നമ്മളിന്ന് യൂദാസ്ലീഹയുടെ ലേഖനം, പേടിക്കണ്ട, യൂദാസ്കറിയോത്തയല്ല, യൂദാസ്ലീഹയുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൽ 20-ാമത്തെ വാക്യം, ലെറ്റർ ഓഫ് സെയിൻറ്റ് ജൂഡ് വേഴ്സ് 20, 20-ാമത്തെ വാക്യം. നമ്മളതാണെന്ന് ധ്യാനിക്കുന്നത്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കാം. ഇടയ്ക്ക് ബൈബിളിനെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകമാണ്. അതിന് തൊട്ട് മുമ്പാണ് യൂദാസ്ലീഹ ഇരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. എല്ലാവരും കൂടെ ചേർന്ന് വചനം വായിച്ച്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഇംഗ്ലീഷിനോട് കാണിക്കണം. അറിയുന്ന കുറേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ യൂത്ത് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളം മാത്രമേ കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിനോട് കാണിക്കണം. അത് ആരും ഓർപ്പിക്കുകയാണ്. കുറേ മക്കൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനത് കാണുമ്പോൾ സന്തോഷമാണ്. ബൈബിൾ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവരണം. ഇതിൻ്റെ പേരാണ് ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകം എന്നറിയപ്പെടും. ഈ ജീവൻ്റെ പുസ്തകം നിങ്ങൾ കൊണ്ടുവരണം. ദ ബുക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിൽ ഒരുപാട് നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കുറച്ച് നിധികളെ കണ്ടുപിടിക്കും. ഇംഗ്ലീഷിലൊന്ന് വായിച്ചാൽ എല്ലാവരും ഇംഗ്ലീഷിലും കൂടെ വായിച്ചോ. ബട്ട് യു ബിലവഡ് ബിൽഡ് യുവർസെൽഫ് അപ്പ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. ആ വചനം ഒന്നുകൂടെ ഒന്ന് പറയാം, ഉറക്കെ പറഞ്ഞോ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഫെയ്ത്തിനെ കുറിച്ച് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഇത്രയും വലിയൊരു ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് നാട്ടിലാകുമ്പോൾ അത്ര മീച്ചമില്ലായിരുന്നു വിശ്വാസത്തെക്കുറിച്ച്. ഇവിടെ വന്നപ്പോഴാണ് ദൈവമേ, വിശ്വാസം ഇത്രയും വലിയ ഗിഫ്റ്റാണ്, മോസ്റ്റ് ഹോളി ഗിഫ്റ്റാണ് ഫെയ്ത്ത്. അപ്പോൾ ഈ വിശ്വാസത്തിൽ വളരാനായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ ഒരു വചനമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രേ ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് 3 അർത്ഥങ്ങളാണുള്ളത്. 1, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള പ്രാർത്ഥന. 2, പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന. 3, പരിശുദ്ധാത്മാവിൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന. അപ്പം പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള പ്രാർത്ഥന, പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതനുസരിച്ച്, പരിശുദ്ധാത്മാവ് പലതരത്തിൽ നയിക്കും, അതനുസരിച്ചുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന മേൽ അങ്ങനെയാണ്. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ചിലപ്പോൾ ചില സ്വാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും അത് വേണ്ട എന്ന് പറയും. അപ്പോൾ അത് ആ പ്രാർത്ഥന പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അപ്പം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഞാനന്ന് ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ട ചില മേഖലയെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്ന ചിന്തകളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. 1-ാമത്തെ കാര്യം ഇതാണ്, കണ്ണുപിടിപ്പിച്ച് നോക്കിയിരിക്കണേ. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് പാരക്ലേഥ. സെൻറ്റ് ജോൺ തൻ്റെ ഗോസ്പൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതി അതിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാരക്ലേഥ എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം, ദ ലിറ്ററൽ മീനിങ്, അടുത്തേക്ക് വിളിച്ചു നിർത്തപ്പെടേണ്ടവനാണ് പാരക്ലേഥ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, അടുത്തേക്ക് വിളിച്ചു നിർത്തപ്പെടണം. പരിശുദ്ധാത്മാവ് ആരാണ്? അടുത്തേക്ക് വിളിച്ചു നിർത്തപ്പെടേണ്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പാര പ്ലസ് ക്ലേത്തോസ്. ക്ലേത്തോസ് എന്ന് പറഞ്ഞാൽ ടു കോൾ, പാര അടുത്തേക്ക് വിളിച്ചു നിർത്തപ്പെടണം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണത്. നമ്മുടെ ഔദ്യോഗികമായ പല പ്രാർത്ഥനകളിലും കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാരണം എന്താ? ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ഹീസ് വെരി ജെൻറ്റിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടാളച്ചിൽ നിന്നാണ് ഇത് കൂടുതൽ പഠിച്ചത്. ഞങ്ങൾ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും ഇടയ്ക്ക് എപ്പോഴും അച്ഛൻ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അഭിനന്ദ മനത്തോടത്ത് പിതാവ് ഒരിക്കൽ അച്ഛന്മാർക്കൊരു ധ്യാനം നൽകി കഴിഞ്ഞപ്പോൾ അച്ഛൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ടോക്ക് നൽകി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അഭിനന്ദ പിതാവ് പറഞ്ഞെങ്ങനെയാണ്, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഒരു ജീവിതത്തിലൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. നമ്മുടെ ഒരു പഠനം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഉപരിപഠനമായിരിക്കും,
എന്നെ സംബന്ധിച്ചൊരു ധ്യാനം അറേഞ്ച് ചെയ്യുന്നവരായിരിക്കും, ഒരു രാജ്യത്ത് പോകുന്നതായിരിക്കും. ആദ്യം പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവിന് രണ്ടാം സ്ഥാനം ഇഷ്ടമല്ല. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയണത് അസൂയാലുവായ ദൈവം. അസൂയാലു എന്ന് പറഞ്ഞതാണ് ദൈവത്തിന് എപ്പോഴും ഫസ്റ്റ് പ്ലേസാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ പവർ, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ്, പരിശുദ്ധാത്മാവിന് സന്തോഷമാണ്. ഒരിക്കൽ വട്ടാളിച്ചൻ പറഞ്ഞിങ്ങനെയാണ്, അച്ഛൻ അട്ടപ്പാടിയിൽ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാനത്തിന് ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അച്ഛന് ഫുൾ പവർ, അച്ഛൻ വചനം പറയുന്ന എല്ലാം ചെയ്യുന്നതിലും ഒരു ഇതുണ്ടാകുന്നില്ല, ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല പലപ്പോഴും. അപ്പോൾ ഒരിക്കൽ അച്ഛനെ കംപ്ലയിൻറ്റ് പറഞ്ഞു, എന്തൊരു ഇതാണെന്ന് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാ ചോദിക്കുന്നു, അതിനിപ്പോൾ ഇത്രയും കാലമായിട്ട് എന്നോടൊരു ആലോചന ചോദിച്ചായിരുന്നോ? ധ്യാനം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കണ്ട എന്നാ ചെയ്യേണ്ടതെന്ന്. ഇത് നിൻ്റെ ബുദ്ധി അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ ഇടമുണ്ടോ? ഗിവ് മി എ സ്പേസ്. എന്നോട് ചോദിക്കുക. ജെറമിയ 33:3 എന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും. ജെറമിയ ചാപ്റ്റർ 33:3 വായിച്ചേ. കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു ആൻഡ് ഐ വിൽ ടെൽ യു ഗ്രേറ്റ് ആൻഡ് ഹിഡൻ തിങ്സ് ദാറ്റ് യു ഹാവ് നോട്ട് നോൺ. നിനക്കറിയാത്ത ഒരുപാട് രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരും പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ചോദിക്കണം, വിളിക്കണം. അപ്പോൾ അങ്ങനെ വട്ടാലിച്ചൻ അങ്ങനെ തീരുമാനിച്ചു. ഉദാഹരണത്തിന് അച്ഛൻ ധ്യാനം നടത്തുന്ന സമയത്ത്, ആരാധന നടത്തുന്ന സമയത്ത് പരിശുദ്ധാത്മാവെ എന്തെങ്കിലും പറയാണ്ട് പറയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ സമൂഹത്തിൽ 3 പേർക്ക് ഈ ധ്യാനത്തിൻ്റെ സമയത്ത് നല്ലൊരു അനുഭവം കിട്ടുന്നു, പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു, ഈ സമൂഹത്തിൽ 3 പേർക്ക് നല്ലൊരു അനുഭവം കിട്ടുന്നു. അത് അനൗൺസ് ചെയ്തു. പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരാളുടെ തലവേദന മാറുന്നു. അതും പറഞ്ഞു. അച്ഛൻ അനൗൺസ് ചെയ്തു, ഒരാളുടെ തലവേദന മാറുന്നു. അത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചില ചോദിക്കും, അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യം അനൗൺസ് ചെയ്ത് എങ്ങനെയാണ്? അതിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറയാനുണ്ടോ? പൊട്ടനാണേ പറഞ്ഞാൽ പറയാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പപ്പെട്ട് നിൽക്കും. പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ ഇത് പറഞ്ഞോളാൻ പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയില്ല. ചിന്തിച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയി. ഒരു മണ്ടനെ പോലെ അങ്ങനെ അനൗൺസ് ചെയ്യുക. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ സെയിൽസ് ബ്രദറുണ്ട്, നെവിലുണ്ട്, 3-4 പേര് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സെയിൽസ് ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതേ ആ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മുഴ മാറ്റി കൊടുക്കുന്നു. ഒരു ആൺകുട്ടിയാണ്, അവനൊരു മുഴ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വേദനിക്കുകയും പ്രശ്നം. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഒരാളുടെ മുഴ മാറ്റുന്നു. കണ്ടോ, നിന്നോട് ആയുഷ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉടൻ തന്നെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഴ അപ്രത്യക്ഷമായി. നോക്കിയേ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ മടി പിടിച്ച് മാറുമോ? അതിന് മുഴയില്ലെങ്കിൽ മൊത്തം പ്രശ്നമാവില്ല ദൈവമേ. ഇതൊക്കെ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ പോയി. ബൈബിളുകാരാണ്, എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിഗൂഢമായ രഹസ്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു ആത്മീയ മിനിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ചോദിക്കണം. ഇടയ്ക്കിടയ്ക്ക് പാറക്കളെത്താനെ വിളിക്കണം, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വിളിക്കാം, പരിശുദ്ധാത്മാവേ എന്ന് 10 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവിന് സന്തോഷമാണ്. വളരെടുത്ത് ഒന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ ഒരു 3 പ്രാവശ്യം ഒന്ന് വിളിച്ചേ. അങ്ങനെ പരിശുദ്ധാത്മാവേ. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു ഉഴപ്പനായെന്ന് കൂട്ടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവേ ഉഴപ്പം ചെറുക്കനാണ്, എന്ത് അവനെ ചെയ്യണം പറഞ്ഞ് പഠിപ്പിച്ച് തരാൻ ചോദിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ചോദിക്കാം, അപ്പം തന്നെ പറയണമെന്നൊന്നുമില്ല, ഇറ്റ് മേ ടേക്ക് ടൈം. അല്ലെ, നമുക്കൊരു ബന്ധം വേണം ഹോളി സ്പിരിറ്റായിട്ട്. പരിശുദ്ധാത്മാവോട് ചോദിക്കണം, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആരെ വിളിക്കുന്നത് നോക്കും. പരിശുദ്ധാത്മാവ് ഒരു ബന്ധം വേണം ഹോളി സ്പിരിറ്റായിട്ട്. നല്ല കുമ്പസാരിച്ചൊക്കെ നല്ല വിശുദ്ധിയിലും വൃത്തിയിലൊക്കെ ഇരിക്കണം ആത്മാവ്. അപ്പോൾ പരിശുദ്ധ ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് രഹസ്യവും നിഗൂഢവുമായ പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാരക്ലേത്ത എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞ് അടുത്തേക്ക് വിളിച്ച് നിർത്തപ്പെടേണ്ടവൻ. എന്നോട് ഉറക്കെ പറഞ്ഞാൽ മറക്കരുത് ഒരിക്കലും. അടുത്തേക്ക് വിളിച്ച് നിർത്തപ്പെടേണ്ടവൻ, അവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ദാഹം നൽകും, ഒരാഗ്രഹം തരും. മന്നിപ്പ് മാറിപ്പോവും. കൊന്ത ചെല്ലുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവെ കൊന്തയല്ല ഒരു കൃപ പറഞ്ഞ് ചോദിക്കണം. ആത്മാവ് എനിക്ക് കൊന്തലിന് ഇഷ്ടമല്ല, ഉള്ള കാര്യമെല്ലാം തുറന്നു പറയണം. പരിശുദ്ധാത്മാവെ എനിക്ക് കൊന്തയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ചില പിള്ളേർ പറയുന്നത് എന്താ, എത്രയും ദയുള്ള മാതാവേ, കാരണം അത് കഴിഞ്ഞാൽ കൊന്ത കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ആ പ്രാർത്ഥന ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവെ എനിക്ക് കൊന്ത ചെല്ലാനൊരു ആഗ്രഹവും ഒരു ഇഷ്ടവും തരണമെന്ന് ചോദിക്കണം പരിശുദ്ധാത്മാവിനോട്. പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടമായിട്ട് നമുക്ക് നൽകാനുള്ള ഒരു കൃപയാണ് പ്രാർത്ഥനാ വരങ്ങൾ.
പരിശുദ്ധാത്മാവിന് വലിയ ഇഷ്ടമാണ് നമുക്ക് ധാരാളം വാരിക്കോരി തരാൻ. കാരണം ഈശോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് വിളി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വിളിക്കുക. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയണത്. 86 സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 86 സങ്കീർത്തനം 5 ബൈബിൾ പറയുകയാണ്, ദൈവമേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമൃദ്ധമായി തൻ്റെ കൃപ വർഷിക്കുന്നു. വായിച്ചേ 86 സങ്കീർത്തനം 5-ാമത്തെ വാക്യം. കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. എല്ലാവരും കൂടെ ഒന്ന് വായിക്കാമോ? ഉറക്കൊന്ന് വായിച്ചേ, എന്നാലും ജീവനോടൊന്ന് വായിച്ചേ. കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അനർത്ഥകാലത്ത് ഞാൻ കർത്താവിനെ വിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം അരുളുന്നു. അനർത്ഥകാലത്ത് ഞാൻ കർത്താവിനെ വിളിക്കുന്നു. അനർത്ഥകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാലമായിരിക്കും, വിശ്വാസം കുറഞ്ഞു പോകുന്നു തോന്നുന്ന കാലഘട്ടമായിരിക്കും. ഈ ദൈവമൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്ത ഇടയ്ക്ക് വരും, നമുക്ക് എല്ലാവർക്കും വരുന്നില്ല ഇടയ്ക്ക്. അങ്ങനെ നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ മിക്കപ്പോഴും അത് വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എനിക്കറിയാം, എനിക്കിടയ്ക്ക് വരാറുണ്ട്. ഓരോ പൊട്ട ചിന്തകൾ അതിന് കയറി വരും. അപ്പം നമ്മൾ ആ ചിന്തകൾ വരുമ്പം തന്നെ എന്ത് ചെയ്യണം? അതിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ എന്ന് 2 പ്രാവശ്യം വിളിക്കുക. എൻ്റെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് മാനേജ് ചെയ്തോളൂ എല്ലാ കാര്യങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയ. കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ കൊച്ചു ത്രേസ്യയ്ക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതായിരുന്നു. കൊച്ചു ത്രേസ്യയുടെ ഇടയ്ക്ക് കുട്ടിപ്പിശാചി പറഞ്ഞു, ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ നിനക്കിതുപോലെ ക്ഷയം വരുത്തുമോ? നീ നിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചതല്ലേ? നീ ഇങ്ങനെ ക്ഷയം വന്ന് നീ ഇങ്ങനെ രക്തം ചർദ്ദിച്ച് നീ ഇങ്ങനെ അതിനു വേണ്ടിയിട്ടാണോ ദൈവം നിന്നെ സ്നേഹിക്കണത്? ദൈവം നല്ലവനല്ല, ദൈവം സ്നേഹിക്കുന്നില്ല. ഈ ചിന്ത ഇങ്ങനെ കൊച്ചു ത്രേസ്യയ്ക്ക് വരുമ്പോൾ അപ്പം തന്നെ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാണ് കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥന. നോക്കിയേ, സെൽജിയും ജോമിലിയും പറഞ്ഞ സാക്ഷ്യം. ഒരു കുഞ്ഞ് മരണപ്പെട്ടു, അടുത്ത കുഞ്ഞിന് മാരകമായ രോഗമെന്ന് പറഞ്ഞപ്പോൾ നിരാശപ്പെട്ടില്ല. അവർ ദൈവത്തെ വിളിച്ചു, വീണ്ടും വിളിച്ചു, വീണ്ടും വിളിച്ചു. അവർ ഉറപ്പിച്ചു ദൈവത്തെ വിളിക്കും. ദൈവത്തെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അനർത്ഥകാലത്ത് അവരെന്നെ വിളിച്ചു, ഞാൻ എന്ത് ചെയ്തു? അവർക്ക് ഞാൻ അവർക്ക് ഉത്തരം നൽകി. വിളിക്കണം ദൈവത്തെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ 145 സങ്കീർത്തനം 18-ാമത്തെ വാക്യം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കണം. ഈശോയേന്നോ പരിശുദ്ധാത്മാവേന്നോ ആബാ പിതാവേന്നോ ഇങ്ങനെ ദൈവത്തെ വിളിക്കണം. ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ഇൻ ബാസിൽ, സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവർക്ക് യൂത്തിനുള്ള ധ്യാനമാണ്. അപ്പോൾ ഒരു 10-50ഓളം യുവജനങ്ങൾ സൂറിച്ചുനിന്നും എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ടായിരുന്നു. യൂത്തിനുള്ള ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. യുവജനങ്ങളെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പിള്ളേർ വേറെ ലോകത്തിലില്ല. അവരെന്ത് വള്ളം ചെയ്യും. ദേ ആർ റെഡി ടു ഡൈ ഫോർ ജീസസ്. അപ്പോൾ ബാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂത്താണ് ധ്യാനെല്ലാം അറേഞ്ച് ചെയ്യണത്. അവരതിനു വേണ്ടി കുറേ റോസറിയൊക്കെ ചൊല്ലി അവരിങ്ങനെ ഈ ഇംഗ്ലണ്ടിലെ യൂത്തിനേക്കാൾ തീഷ്ണതയാണ് ബാസിലുള്ള യൂത്ത്. നിങ്ങൾക്ക് വിഷമമായോ? നല്ല തീപ്പൊരി പിള്ളേരാണ്. നല്ല ഹോളിനെസ്സും നല്ല പ്രാർത്ഥനയും. അവരുടെ കാരണവന്മാർക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അവർക്ക് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തുന്നു, ചരലി വിരിക്കുന്നു. അവർ പലതരത്തിലുള്ള. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞുങ്ങൾ 80 അപ്പോൾ അവരാണ് ഒരു സേക്രഡ് ഡ്രാമ. അപ്പോൾ യൂത്തിന് ധ്യാനമാകുമ്പോൾ ഇതുപോലെ അല്ലേ, ഇടയ്ക്ക് സേക്രഡ് ഡ്രാമ അവർക്ക് പലതരത്തിൽ രീതി കൊടുക്കണം. അപ്പോൾ പിള്ളേർ സേക്രഡ് ഡ്രാമ അവതരിപ്പിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ സേക്രഡ് ഡ്രാമയിൽ അവർ ഇങ്ങനെ 7 പിശാചി പിടിച്ചൊരു കുട്ടീനെ അവതരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തിന്മകളും. അങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ ആ കൊച്ചങ്ങോട്ട് ഇതെല്ലാം തിന്മയും പാപവും അഡിഷണലാണ് വന്നിട്ട് അങ്ങോട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഈശോ വരുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി വിളിച്ച്, എൻ്റെ ഈശോയേ എന്നൊരു ഒറ്റ വിളി. സേക്രഡ് ഡ്രാമയാണെങ്കിലും അവൾ ഈശോയെന്ന് വിളിച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും കരയാൻ തുടങ്ങി. ഞാനവിടെ കരയാൻ തുടങ്ങി. എനിക്ക് കൺട്രോൾ കിട്ടണില്ല, ഞാൻ കരയാൻ തുടങ്ങി. അച്ഛന് എനിക്ക് കരച്ചിൽ വരികയാണ്. നമ്മൾ പരിശുദ്ധാത്മ ഒരു പ്രത്യേക ഒരു അഭിഷേകം. ഉള്ളിലുള്ളവർ മാത്രമല്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാരും കരയാൻ തുടങ്ങി, മുതിർന്നവരല്ല. ഒറ്റ വിളി ഉള്ളിൽ തട്ടി, എൻ്റെ ഈശോയെന്നൊരു ഒറ്റ വിളി. ഞാൻ ചിന്തിക്കാൻ, വേറൊരു ഡ്രാമയിലാണെങ്കിൽ ഇതുപോലെ ഹൃദയം നുറുങ്ങി ഈശോയുടെ നാമത്തെ വിളിക്കുമ്പോൾ ആ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ അഭിഷേകം, ഈശോയുടെ ശക്തി വരുന്ന എത്രയോ വലുതാണ്. അപ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്.
അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 10:12 എന്ന് പറയുന്നത്, എനിവൺ ഹൂ കോൾസ് അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് ഷാൽ ബി സേവ്ഡ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമ 10:13. വായിച്ചേ, റോമൻസ് ചാപ്റ്റർ 10:13. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. അല്ലെങ്കിൽ വിളിക്കണം. പരിശുദ്ധാത്മാവേ, പ്രത്യേകിച്ച് യൂത്ത് ശ്രദ്ധിച്ച്, യൂത്ത് മക്കളെ ശ്രദ്ധിച്ച്, നല്ല പ്രലോഭനം ഉണ്ടാകും. മക്കൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് വിളിക്കണം, പരിശുദ്ധാത്മാവേ. പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വിളി അങ്ങോട്ട് വിളിക്കണം. പരിശുദ്ധാത്മാ ഹെൽപ്പ് ചെയ്യും നമ്മളെ. കാരണം അവൻ്റെ പേര് സഹായകൻ എന്നാണ്. ഹിസ് നെയിം ഈസ് ഹെൽപ്പർ. സഹായിക്കും. സഹായിക്കേണ്ട പറയണം, പരിശുദ്ധാത്മാവ് നിൻ്റെ പേര് സഹായകൻ എന്നാണ്, മര്യാദക്കെന്നെ സഹായിച്ചോണെന്ന് പറയണം. അങ്ങനെ നമുക്കൊരു ഫ്രീഡം വേണം പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചേ മതിയാവും. ഐ നീഡ് യുവർ ഹെൽപ്പ്. നിൻ്റെ സഹായം കൂടെ എനിക്ക് പറ്റത്തില്ല. സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ പരിശുദ്ധാത്മാവില്ലാണ്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. വി നീഡ് സൂപ്പർ നാച്ചുറൽ ഗ്രേസ്. അതുകൊണ്ടാണ് സെൻറ്റ് ജൂഡ് പറയണത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. അടുത്തിരിക്കുന്ന ഷെയ്ഖൻ്റെ അടുത്ത് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഭാര്യയും ഭർത്താവും അടുത്തിരിപ്പുള്ളവരെന്ന് കൈവർത്തിക്കുക. ഭാര്യ ഭർത്താക്കം അടുത്തിരിപ്പുള്ളവർ ചെറുന്ന് കാണും പറയാം, നിങ്ങളുടെ കൈ കൊടുക്കാൻ കാണും പറയാം. ഒന്ന് സ്നേഹത്തോടെ കൈവർത്തെ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. ഒരു ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഹാലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. രണ്ടാമത്തെ കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ സെൻറ്റ് ജൂഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഭാഷ വരെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. ഈ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും പല കാഴ്ചപ്പാട് കാണുമായിരിക്കും. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വശാസ്ത്രം, ഡിഗ്രി. അന്ന് നമ്മുടെ ചിന്ത ഏറ്റവും ബുദ്ധി നമുക്കാണെന്നാണ് ചിന്ത. സംഗതി ഒന്നുമില്ലെങ്കിലും ചിന്ത അങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ശരി, ഈ വചനം പറഞ്ഞവർക്കുള്ള ബുദ്ധി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നൊരു കാലം. എന്നിട്ട് അങ്ങനത്തെ കുറച്ച് കാലമൊക്കെ അങ്ങനെ ചിന്ത വന്നായിരുന്നു. അപ്പോൾ ഈ ഭാഷാപരത്തെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു പുച്ഛമായിരുന്നു. ഈ ജനറലായിട്ടൊക്കെ സെമിനാറുകളിലൊക്കെ എന്നെക്കുറിച്ചൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് പഠിപ്പിക്കുകയല്ല, ഉള്ള കാര്യം പറയാമല്ലോ, ഉള്ള നെഗറ്റീവ് പറയത്തുള്ളൂ. അപ്പോൾ ഈ ഭാഷാപരത്തെക്കുറിച്ച് ഞാൻ ധ്യാനത്തിന് സമയത്ത് ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാട്, ഇത് പണ്ട് ആദിമ സഭയിൽ ദൈവം കൊടുത്തു, പിന്നെ സ്റ്റോപ്പ് ചെയ്തു, ഇനി ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ ഒരു പക്ഷേ റെയറായിട്ട് വിശുദ്ധന്മാർക്ക് കൊടുത്തേക്കാം ഹോളി സ്പിരിറ്റ്, അതല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ പിന്നെ ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണോ, അത് ഭാഷാപരമാണോ എന്ന് ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ധ്യാനം കൂടുന്ന സമയത്ത് ധ്യാനിപ്പിക്കുന്ന സഹോദരൻ ഭാഷാപരത്തെക്കുറിച്ച് പറഞ്ഞ് ടോക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ് നമ്മൾ എളിമപ്പെട്ട് വിളിക്കുക, പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മ ഭാഷാപരം തരും, ഇത് നമ്മുടെ ഒരു എല്ലാവരുടെ അവകാശമാണ്. കാരണം സെൻറ്റ് പോൾ പറയുന്നുണ്ടല്ലോ, ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് അഭിലഷിക്കുവിൻ. ഇതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ പൊട്ടച്ചിന്ത എന്തായിരുന്നു, പിന്നെ ഭാഷാപരം കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവേ, ഇപ്പോഴും എനിക്ക് പറയാൻ നാണക്കേടാണെങ്കിലും പറയാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നെഗറ്റീവ് പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ ഇരുന്ന് ബാക്കി പലരും പാവപ്പെട്ട അൽമാരെല്ലാം സ്തുതിച്ചും പ്രാർത്ഥിച്ച് അവർക്ക് കുറേ അഭിഷേകം കിട്ടി. പിന്നീട് ഞാൻ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായത്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചു, എനിക്ക് ഭാഷാപരം കിട്ടുന്നില്ല, ബാക്കി എല്ലാവരും കിട്ടും, നമ്മൾ മാത്രം ഒന്നും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ. അപ്പോൾ എനിക്ക് ഭാഷാപരത്തെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് ദൈവമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നൽകിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് ഓഫ് ടങ്സ് എന്ന് പറയും. പലതരം ഗിഫ്റ്റുകളുണ്ട്, പലതരം ഗിഫ്റ്റ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, 1 Corinthians chapter 12 verse 8. അതിലിങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, 8ാമത്തെ വാക്യം പിന്നെ 10ാമത്തെ വാക്യം. 1 Corinthians chapter 12 എടുക്കാമോ? ഒരേ ആത്മാവ് തന്നെ. മലയാളത്തിലുള്ളത് അതിൽ മുഴുവൻ ശരിയല്ല, ഇംഗ്ലീഷിൽ വായിച്ചാലേ ശരിയാവുള്ളൂ. ഇംഗ്ലീഷിൽ വായിക്കണം. കാരണം മലയാളത്തിൽ പറഞ്ഞേക്കണത് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് ഭാഷാപരം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷിലാണ് എൻ്റെ കറക്റ്റല്ല ട്രാൻസ്ലേഷൻ വന്നേക്കണത്. ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചേ 1 Corinthians chapter 12 verse 8ഉം 10ഉം. 8 ആദ്യം വായിക്കുന്നു, വായിച്ചോ, എല്ലാവരും വായിച്ചോ. To one is given through the Spirit the utterance of wisdom, and to another the utterance of knowledge according to the same Spirit. And verse 10 വായിച്ചേ, verse 10. To another the working of miracles, to another prophecy, to another the discernment of spirit, to another various kinds of ടങ്സ്. അങ്ങനെ പറഞ്ഞു. പല തരത്തിലുള്ള ഭാഷാപരങ്ങളുണ്ട്. ആദിമസഭയിൽ അപ്പോസ്തലന്മാർ അവരുടെ ഭാഷയെ സംസാരിച്ചപ്പോൾ ബാക്കി കേൾക്കുന്നവരെല്ലാവരും അവരുടെ ഭാഷയെ കേട്ടു. അതൊരു വലിയൊരു ഭാഷാപരമാണ്. പിന്നെ സെൻറ്റ് പോൾ ഭാഷാപരത്തെക്കുറിച്ച് പറയുമ്പോൾ സെൻറ്റ് പോൾ പറയുകയാണ്, ഭാഷാപരത്തിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ആരോടെ സംസാരിക്കണത്,
ദൈവത്തോട് സംസാരിക്കുന്നു. അതുകൊണ്ട് സെൻറ്റ് പോൾ വീണ്ടും പറയാണ്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും, പക്ഷേ അവൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആത്മാവും എൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ബന്ധമാണ്. അപ്പോൾ ഭാഷാപരമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. അപ്പോൾ സെൻറ്റ് പോൾ ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യാണ്, ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യുന്നു, വേരിയസ് കൈൻഡ്സ് ഓഫ് ടങ്സ് കൊടുക്കും. ചില ആൾക്കാർ എന്ന് വെച്ചിട്ട് പിന്നെ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ചില സൗണ്ട് ചിലപ്പോൾ കേട്ടുകയാണായിരിക്കും. അത് ചിലപ്പോൾ ചിലർക്ക് ദൈവം കൊടുക്കുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും. അത് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ പലരും. ഞങ്ങളുടെ റക്ടച്ചൻ താരാമംഗലച്ചൻ, അച്ഛന് കാൻറ്റിൻ്റെ ഫിലോസഫി ഡോക്ടറേറ്റ് ഉള്ളതാണ്, വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അച്ഛനിപ്പോൾ തലശ്ശേരി അതൊരു വികാരണ്ടാണ്. അച്ഛന് ചിലപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്ന പോലത്തെയാണ് അച്ഛൻ്റെ ഭാഷാറ്. ചിലപ്പോൾ ഒരു പ്രത്യേക സ്വരത്തിലാണ് അച്ഛൻ ഭാഷാറും പ്രാർത്ഥിക്കുന്നത്. സെമിനാരി പഠിക്കുമ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനത്തെ കൃപയുണ്ട്, അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭാഷാവർത്തിൽ പ്രാർത്ഥിക്കാൻ. ചിന്തിച്ച് അങ്ങനെ ചില അച്ഛന്മാർ നല്ല കൃപയുള്ള അച്ഛന്മാർ ഒരുമിച്ച് ഞങ്ങൾ ഭാഷാവർത്തി പ്രാർത്ഥിക്കും, സ്തുതിക്കുകയൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. ഞാൻ പറഞ്ഞു പറഞ്ഞതാണ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ടങ്സ്, പല തരത്തിലുള്ള ഭാഷകൾ നമ്മുടെ വായിലേക്ക് വെച്ച് വരും. ചിലപ്പോൾ പരിശുദ്ധാത്മ ചിലർക്ക് അവരൊരിക്കലും പഠിക്കാത്ത ഒരു ഭാഷ നാക്കിലേക്ക് വെച്ചു കൊടുക്കും. എനിക്ക് പരിശുദ്ധാത്മാവ് അതിനുശേഷം എനിക്ക് എന്നോട് കാണിച്ച വലിയൊരു കരുണയാണ്, നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കാനൊരു കൃപ നൽകി. അവാച്യമായ നെടുവീർപ്പുകളോടെ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിട്ട് സംവദിക്കുന്ന ഒരു അഭിഷേകം. ചിലപ്പോൾ നാണക്കടക്കം തോന്നുമായിരിക്കും, ചിലപ്പോൾ അച്ഛനിരുന്ന് കരയാണ് കൊച്ചു കുഞ്ഞിനെ പോലെ. അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും. അങ്ങനെ ചിലപ്പോൾ ഗിഫ്റ്റ് വരും പരിശുദ്ധാത്മാവ്. എന്ത് ഗിഫ്റ്റ് വന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് സ്വീകരിച്ചോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഭിവൃദ്ധി പ്രാപിക്കണം. അതിനുവേണ്ടി ഭാഷാവരത്തിന് വേണ്ടി യു ഹാവ് ടു ഏർണസ്റ്റ്ലി ഡിസയർ ഫോർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. സോ 1 Corinthians chapter 14 verse 1, ഒന്നാമത്തെ വാക്യത്തിൽ സെൻറ്റ് പോൾ പറയുന്ന വചനം ഇതാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതിന് സംശയമൊന്നുമില്ല. എന്ത് പറയാണ്, ആത്മീയ വരങ്ങൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് അപേക്ഷിക്കുവിൻ. ഇംഗ്ലീഷിലും വായിക്കാം, മലയാളത്തിലും വായിക്കാം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കും. ഇവിടെ സെൻറ്റ് പോൾ പ്രവചനത്തിന് വേണ്ടി കൂടുതൽ എംഫസിസ് കൊടുത്ത് പറയുകയാണ്, എന്ത് ചെയ്യണം, തീഷ്ണമായിട്ട് അഭിലഷിക്കണം. ഇപ്പം ഇവിടേക്ക് വരാൻ വേണ്ടി നമ്മൾ IELTS എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു അഭിലാഷമുണ്ട്, എങ്ങനെയാണല്ലോ ഇവിടെ എഴുതി ജയിച്ചിങ്ങോട്ട് വരണം. അതിനോട് നമ്മൾ മത്സരിച്ച് ശരിക്കും പഠിക്കും. ഞാനങ്ങനെ പഠിച്ചാണ്. നിങ്ങളെപ്പോലെ IELTS പാസ്സായിട്ട് വരാൻ പറ്റില്ലായിരുന്നു അന്ന്. അങ്ങനെ അത് ശരിക്കും 2-3 ആഴ്ച അതിനു വേണ്ടി മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ജയിക്കണം, ഇവിടെ വരണം, ശുശ്രൂഷ ചെയ്യണം, ഒരു ആഗ്രഹം. ഇതിനേക്കാൾ എത്രയോ ആഗ്രഹമാണ് നമുക്ക് എന്തിനു വേണ്ടി വേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രവചനവരം, അതുപോലെ ഭാഷാവരം. പ്രവചനവരം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ പറയുക, വേറൊരാൾക്ക് വേണ്ടി പറയുക, ദൈവത്തിന് വേണ്ടി പറയുന്നതാണ് പ്രവചനം. അല്ലെങ്കിൽ വേറെ വേഷം പറഞ്ഞാൽ പ്രീച്ചിങ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടാതിനെ. ഭാഷാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് പോൾ പറയുന്നത് എങ്ങനെയാണ്, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ, 4-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ 1 Corinthians 14:4, ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. ഇപ്പം നിങ്ങൾ ഒരാൾ ഭാഷാവരം സംസാരിച്ച് എന്ത് പറ്റും, നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, അവർക്ക് ഇതന്നെ ലല്ലല്ലാന്ന് നോക്കുന്നത്, അവർക്ക് മനസ്സിലാകത്തുണ്ടായിരിക്കുകയില്ല. പക്ഷേ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യുന്നു, തനിക്കു തന്നെ അഭിവൃദ്ധി വരുത്തും. നമുക്കതിനൊരു സ്പിരിച്വൽ എൻറിച്ച്മെൻ്റ് ആണ് നമ്മൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ആ വചനം എല്ലാവരും ഒരുമിച്ചൊന്ന് വായിക്കാമോ? 14 ഒരുമിച്ച് വായിച്ചേ. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു, പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. അപ്പം സെൻറ്റ് പോൾ പറയാണ്, നിങ്ങൾക്ക് പ്രവചനപരം അല്ലെങ്കിൽ വചനം പറയാനുള്ള, വചനം ഷെയർ ചെയ്യാനുള്ള ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഭാഷാവരത്തെക്കാൾ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വലിയ മെച്ചമുണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, അവന് തന്നെ അല്ല അവൾക്ക് തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള നരിഷ്മെൻറ്റ് വരുത്താണ്. അപ്പോൾ ദൈവവുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ വരാനും ഈശോമായിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇത് ആദിമ സഭയിലെ ആദ്യത്തെ ഗിഫ്റ്റാണ്, ഗിഫ്റ്റ് ഓഫ് ടങ്സ്. 2-ാമത്തെ കാര്യം, പിശാചിൻ്റെ സാമ്രാജ്യം തകർക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഭാഷാവരം. ശരിക്കും ഭാഷാവരത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ പിശാച് നിൽക്കാൻ പറ്റത്തില്ല. 3-ാമത്തെ കാര്യം, നമുക്ക് ദൈവമായിട്ടുള്ള ഡീപ്പ് ഇൻറ്റിമസി കൊണ്ടുവരുന്ന ഒരു കൃപയാണ് ഭാഷാവരം. ദൈവമായിട്ട് ഡീപ്പ് ഇൻറ്റിമസി ഈ ഭാഷാവരത്തിലൂടെ സാധിക്കും. ഇപ്പോൾ ഈശോയുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കാനായിട്ട് ഈ വരം നമ്മളെ ശരിക്കും അഭിഷേകം ചെയ്ത് സഹായിക്കാം. ആണ് സെൻറ്റ് പോൾ പറഞ്ഞത്, നിങ്ങളെല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കുന്നു എന്നതിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എങ്കിലും സെൻറ്റ് പോൾ പറയാണ്, ഭാഷാവരത്തേക്കാൾ മെച്ചം എന്താണ്, നല്ലതെന്താണ്,
പ്രവചനപരമാണ്. കാരണം അത് സഭയ്ക്ക് കൂടുതൽ ഉപകരിക്കും. മറ്റത് പേഴ്സണൽ നറിഷ്മെൻറ്റ്. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിൽ വളർച്ചയും അഭിഷേകവും സമൃദ്ധി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭാഷാവരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതങ്ങനെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കുറേ പേർക്ക് ഭാഷാവരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പ്രത്യേക ധ്യാനം കൂടുമ്പോൾ വരങ്ങൾ കിട്ടും, പിന്നെ അത് മൂടി വെക്കും, പിന്നെ അടുത്ത 2-ാം ശനിയാഴ്ച ആകുമ്പോൾ സ്തുതിപ്പും പ്രാർത്ഥനയും കയ്യിലെടുക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്, നമുക്ക് ഉപയോഗിച്ചാലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ്. അത് ഗിഫ്റ്റുകളുടെ ഒരു കാര്യം അങ്ങനെയാണ്. ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ്. ദൈവം പിൻവലിക്കുന്നില്ല, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. യൂസ് ദൈവം വേറെ ആൾക്കും എന്ത് ചെയ്യും? പെന്തക്കോസ്തക്കാരൻ കരഞ്ഞ് ദൈവമേ വരങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ അവനെല്ലാം കൂടെ എടുത്ത് കൊടുക്കും. ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ്. ഭാഷാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ഭാഷാവരം തരണമേ. അത് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. അതിനുള്ള കൃപ തരണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ പല പിതാക്കന്മാരും ഭാഷാവരത്തിൽ സ്തുതിക്കുന്നവരാണ്. ഞങ്ങളുടെ മനത്തോട് പിതാവ് ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ, ഇപ്പോൾ പുതിയ ശ്രാമ്പിക്ക് പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പിതാവ് നല്ല ശക്തമായിട്ട് ഭാഷാവരത്തിൽ സ്തുതിക്കും. അങ്ങനെ ദൈവം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനെ ദൈവം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചില ആൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുകയല്ല. നിങ്ങൾ ഉപയോഗിക്കണം. പറ്റുമെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേർക്കും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന ഒരു 5 മിനിറ്റ് ഭാഷാവരത്തിൽ സ്തുതിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദൈവ സാന്നിധ്യം നിറയും. ടീമായിട്ട് ഒരുമിച്ച് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പം ഭാഷാവരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉള്ള ഒരു കുടുംബ കൂട്ടായ്മ പറ്റുന്നുണ്ടായിരിക്കില്ല. അവിടെ നമ്മൾ റിട്ടേൺ പ്രേയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കൊന്തയായിരിക്കും ചൊല്ലേണ്ടത്. അല്ലാണ്ട് കരിസ്മാറ്റിക് മീറ്റിങ്ങിൽ നമ്മൾ പെട്ടെന്ന് ഇത് ഉപയോഗിക്കണം. കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ഉപയോഗിച്ചാലേ കരിസ്മാറ്റിക് പ്രേയർ ഗ്രൂപ്പുകളെല്ലാം വളർന്നു വരുള്ളൂ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കർത്താവിനോട് ഒരു മാപ്പ് പറയണം. കർത്താവെ, ഭാഷാവരത്തിൽ ഞങ്ങൾ ഒരുപാട് ഭാഷത്തിൽ കളിയാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞപ്പോൾ ദൈവം തരണമെന്നില്ല. ദൈവം ജെൻറ്റിലാണ്, ഹീസ് വെരി ജെൻറ്റിൽ. അവിടുന്ന് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടുത്തെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഗിഫ്റ്റ് ദൈവം നമുക്ക് തരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഒരു മിനിറ്റ് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാൻ അതിന് വേണ്ടിയിട്ട്. അറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഈ ഭാഷാവരങ്ങളെല്ലാം കളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ഒരുപാട് ആത്മീയ മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഇപ്പോൾ ധാരാളം വരങ്ങളുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒന്ന് തീഷ്ണമായിട്ട് ദാഹിക്കണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് മാപ്പ് ചോദിക്കാം. ഏതെങ്കിലും വരങ്ങളെക്കുറിച്ച് കളിയാക്കി മാപ്പ് ചോദിക്കാം. ഇപ്പോൾ രോഗശാന്തി വരായിരിക്കും. ചില ആൾക്കാർ ഒന്ന് രോഗശാന്തി അവർ പറയുന്നുണ്ട്. ആ വരങ്ങൾ നമ്മൾ കളിയാക്കാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർ അവർ വരങ്ങളുടെ പുറകൊന്നും പോകരുതെന്ന് പറയും. അത് ബിബ്ലിക്കലല്ല. അങ്ങനെയാണ് പിന്നെ ഈശോയുടെ ഇത്രയും അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് 28 അധ്യായം 21 അധ്യായങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തി തന്നെയാണ്. ഒന്നും വേണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ദൈവം തന്നിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അഭിമാനിക്കണം അതിൽ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ യേശുവേ നന്ദി. ഏതെങ്കിലും ആളുകൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവർക്കൊണ്ട് മാപ്പ് ചെയ്യണം. കർത്താവെ, അറിയില്ലാണ്ടാണ്, മാപ്പ് കൊടുക്കണം. ഇതൊരു അനുഭവം വരണം. ഞാൻ പറഞ്ഞു, സെമിനാരി പഠിക്കുമ്പോൾ അറിവില്ലാത്ത സമയത്തിനെ കളിയാക്കി അതിനെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുക ഞാൻ മാപ്പ് ചോദിച്ചു, കുമ്പസാരിച്ച്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ധ്യാനത്തിൽ പരസ്യമായിട്ട് പറയുകയും ചെയ്യും. കാരണം അനുദപിക്കുകയാണ്, ആർക്കെല്ലാം ബോധോദിക്കാൻ വേണ്ടിയിട്ട്. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം വരങ്ങൾ നമുക്ക് നൽകും. നമ്മൾ വരങ്ങൾ ഫ്രീ ഗിഫ്റ്റാണ്. കാരിസംസ് ആർ ഫ്രീ ബട്ട് നോട്ട് ചീപ്പ്. ഫ്രീ ആണ്, ചീപ്പല്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് നെഗറ്റീവ് ആണല്ലോ മാപ്പി. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഈശോട് പറയും, ഈശോയെ ഞങ്ങൾക്ക് അറിയത്തില്ല, പല സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്, അറിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പലതും കമൻറ്റ് പറയുകയും കമൻറ്റ് എഴുതുകയും അതുപോലെ തന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പക്ഷേ പങ്കാളിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി കളിയാക്കി കാണുമായിരിക്കും, മക്കൾക്ക് ചില ഗിഫ്റ്റ് കിട്ടി കളിയാക്കണം, നമുക്ക് അറിയത്തില്ലായിരിക്കും പലതും. മാപ്പ് പറയും, ഈശോയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മിനിറ്റ് ഒന്ന് സോറി പറഞ്ഞ പരിശുദ്ധാത്മാവോട് സോറി പറയുക. പരിശുദ്ധാത്മാവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ. ക്ഷമിക്കണമെന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവെ ക്ഷമിക്കണമേ. ആത്മാവെ ക്ഷമിക്കണമേ, എന്നോട് ദയ തോന്നണമേ. ഈരടി പാടുമ്പോൾ എളിമയോടുകൂടി ഈശോയെ ആത്മാവെ ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നോട് ദയ തോന്നണമേ. ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ മരങ്ങളെക്കുറിച്ച് കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് മാപ്പി ചോദിക്കുന്നു. അങ്ങുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ
പ്രാർത്ഥന ഒരു അനുഭവമായിട്ട് മാറാൻ, പ്രാർത്ഥനിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കിട്ടാൻ, പ്രാർത്ഥന ഒരു ബോറിംഗ് ആകാതെ ഒരു ഇഷ്ടമായിട്ട് ചെയ്യാൻ തക്ക തരത്തിൽ പിതാവുമായുള്ള കമ്മ്യൂണിക്കേഷനാണല്ലോ, അതിന് തക്ക തരത്തിൽ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും ചേർന്ന് 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ ക്ഷമിക്കണമേ, എന്നോടു ദയ തോന്നണേ. ആത്മാവേ ക്ഷമിക്കണമേ, ആത്മാവേ ക്ഷമിക്കണമേ, എന്നോടു ദയ തോന്നണേ. പാടിക്കേ. ആത്മാവേ ക്ഷമിക്കണമേ, ആത്മാവേ ക്ഷമിക്കണമേ, ആത്മാവേ എന്നോടു ദയ തോന്നണേ. ഈശോയെ ക്ഷമിക്കണമേ, ഈശോയെ ക്ഷമിക്കണമേ, എന്നോട് ദയ തോന്നണേ, എന്നോടു ദയ തോന്നണേ. പ്ലീസ് ബി സീറ്റഡ്. ഒരു കാര്യം അച്ഛനെ പറയാനായിട്ടുണ്ട്. എന്തെങ്കിലും കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എൻ്റെ ആത്മാവൊരു പ്രേരണ കിട്ടി. അത് 1-ാമത്തെ സങ്കീർത്തനത്തിലെ 1, 2, 3 വാക്യങ്ങളാണ്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? Psalm 1 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ, അടുത്തെങ്ങനെയാ? പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ചിലപ്പോഴെങ്കിലും പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. 1-ാമത്തെ വാക്യത്തിനെന്ന് വായിച്ചേ, എല്ലാവരും വായിച്ചേ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ ഇന്ന് കർത്താവ് നിങ്ങൾ ചിലരോടെങ്കിലും പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും പരിഹാസകരുടെ പീഠങ്ങളിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് ഇഷ്ടമില്ല, അത് ഭാഗ്യമല്ല, നിർഭാഗ്യമാണ്. ഇരിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. അവർ ചിലപ്പോൾ നിങ്ങളെ നല്ല സിംഹാസനത്തിൽ പിടിച്ചിരുത്തും, കുറ്റം പറയുകയും ഒരുപാട് ആവശ്യമില്ലാതെ വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പരിഹാസകരുടെ നല്ലൊരു പീഠം ഉണ്ടാക്കി ഇരിക്കാൻ നല്ല സുഖമാണ്. അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. പക്ഷേ അത് ഭാഗ്യമല്ല. അടുത്ത വാക്യം എന്താ പറയണത്? അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അവന്റെ പ്രത്യേകത നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അപ്പം ദൈവവചനം നമ്മളെ പഠിപ്പിക്കും നമ്മുടെ പ്രവൃത്തികൾ സഫലമാകാത്തതിൻ്റെ ഒരു കാരണം, നമ്മുടെ ഫാമിലി ലൈഫിൽ സന്തോഷവും സമൃദ്ധിയും ഒരു പീസ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്: നമ്മൾ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പീഠങ്ങളെല്ലാം നമ്മൾ നിരപ്പാക്കി അവിടെ നിന്നെല്ലാം താഴെ ഇറങ്ങണം. നമ്മളിന്ന് ചെല്ലുമ്പോഴും നമുക്കങ്ങനെ തോന്നും, പരിഹാസകൻ്റെ പീഠത്തിലിരുന്നേക്കാം. നമ്മൾ എന്ത് പീഠം ഉണ്ടാക്കണം? നല്ല സിംഹാസനം ആർക്കുണ്ടാക്കണം? 22-ാം സങ്കീർത്തനം 3 പറയണത് പോലെ അവിടുന്ന് സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ദൈവത്തിന് സ്തുതിയുടെ സിംഹാസനം പണിത് കൊടുക്കണം. നമ്മുടെ ചില സിംഹാസനങ്ങളും പീഠങ്ങളൊക്കെ നമ്മൾ ഇടിച്ച് നിരപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദിയും യേശുവേ സ്തുതി. ഇന്നത്തെ സെഷൻ എൻ്റെ ശുശ്രൂഷ പതുക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ പവിത്രമായ വിശ്വാസം അതിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം. ഈ രാജ്യത്ത് വന്നപ്പോൾ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് വിശ്വാസത്തിലൊരു തീഷ്ണതയില്ല. വിശ്വാസം അത് കുറയുന്നതുപോലെ നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പ്രാർത്ഥനയുടെ ചൈതന്യം കുറയുന്നു, വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് നമുക്ക് ചിന്ത വരുമ്പോൾ തന്നെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് അവിടുത്തെ വിളിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഭാഷാവരം ദൈവം തന്നിട്ട് അത് ഉപയോഗിക്കണം. ഇതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഭാഷാവരം തരണമേ, അങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃപ തരണമെന്ന് പറഞ്ഞ് ചോദിക്കണം. പരിശുദ്ധാത്മാവ് തരുമ്പോൾ ആ വരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകും. വേറൊരു 3-ാമത്തെ കാര്യം ഇതാണ്, ഈശോയുടെ അടുത്ത് വന്ന് ശിഷ്യന്മാർ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ കൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അത്ഭുതം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല, പിശാചിനെ പുറത്താക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അവർ പറഞ്ഞ ആദ്യം ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ
പഠിപ്പിക്കുന്നത്. രണ്ടാമത് അവർ പറഞ്ഞ് ഈശോട് പറഞ്ഞ കാര്യം എന്നറിയാമോ? അത് ലൂക്കാസ് 17 5-ാമത്തെ വാക്യം. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത് ഈശോട് പറയണം. അത് ഈശോയ്ക്ക് കേൾക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ ഈശോട് ചോദിക്കണം, കർത്താവേ, ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഇൻക്രീസ് മൈ ഫെയ്ത്ത്. എല്ലാ മക്കളും, യൂത്ത് എല്ലാം ശ്രദ്ധിച്ച്, ഓൾ യങ് പീപ്പിൾ പ്ലീസ് ലിസൺ ടു മീ, യങ് അഡൾട്ട്സ്, ടീനേജേഴ്സ്. സോ ഇറ്റ്സ് എ necessary thing that you pray in this way, Lord, increase my faith. Sometimes you may feel that your faith is going down. It's very natural and normal. Don't get frustrated with it. So as we are human beings, as we have got intellect, our brain, we may get some doubts, but we have to overcome it through prayer, because the Bible teaches us. The disciples came to Jesus and said, Lord, increase our faith, increase our faith. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. കർത്താവ് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമ്മ വൃക്ഷത്തോടോ അല്ലെങ്കിൽ മരത്തോടോ പോയി പതിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഇടയ്ക്ക് നമ്മൾ വിശ്വാസം പറയണം. പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.